بسم الله الرحمن الرحيم. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1642 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 60-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഏറെ പ്രാധാന്യമുള്ളൊരു ആയത്താണ് ഈ സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ നമ്മളിപ്പോ ഓതി വെച്ചിരിക്കുന്ന ആയത്ത്. അതിന്റെ തൊട്ടു മുകളില് പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ അല്ലാഹു വ്യക്തമാക്കിയുണ്ടായത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിൽ കാണുകയുണ്ടായി. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തിരുന്ന നാട്ടുപ്രമാണിമാരോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെ തുടർന്ന് പൊതുസമൂഹത്തോടായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ അവിടെ കാണുകയുണ്ടായത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് മനുഷ്യ സൃഷ്ടിപ്പിനേക്കാൾ മഹത്തരമായതും പ്രാധാന്യമുള്ളതും ഗംഭീരമായതുമാണ്. പക്ഷെ മനുഷ്യരിൽ അധിക പേരും അക്കാര്യം മനസ്സിലാക്കുന്നില്ല. മനുഷ്യന്റെ പുനരുത്ഥാനം എന്നത് അവര് മരിച്ചു മണ്ണടിഞ്ഞു പോയതിനു ശേഷം അവരെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയേ അല്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ ഒരു പ്രത്യേക സന്ദർഭത്തില് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും മനുഷ്യന്റെ സൃഷ്ടിപ്പും താരതമ്യം ചെയ്തത് എന്നത് നമ്മൾ കാണുകയുണ്ടായി. കാര്യങ്ങളെ അവയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ കേവലം കാഴ്ചകൾ കാണാൻ കഴിയുന്ന കണ്ണുകൾ മതിയാവുകയില്ല. കണ്ണുകൾ ഉള്ള ആളുകൾ തന്നെ പലപ്പോഴും കാര്യങ്ങളുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് കാണാറില്ല. അതുപോലെ അന്ധതയുള്ള ആളുകൾ തന്നെ അവർക്ക് കണ്ണുകൾക്ക് കാഴ്ചയില്ലെങ്കിലും കാര്യങ്ങളുടെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് സംഗതികൾ കാണാൻ കഴിയുന്നവരാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അല്ലാഹു ഒരു പ്രസ്താവന തുടർന്ന് നടത്തിയത് നമ്മൾ കണ്ടു. വമാ യസ്തവിയൽ അഅ്മാ വൽ ബസ്വീർ, കണ്ണു കാണാത്തവനും കാഴ്ചയുള്ളവനും ഒരുപോലെയല്ല. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുന്ന ആളുകളും വലൽ മൂസി, ദുഷ്കൃത്യങ്ങളിൽ വ്യാപൃതനാവുന്നവനും ഒരുപോലെയല്ല. ഖലീലമ്മ തതദക്കറൂൻ, നിങ്ങൾ വളരെ പരിമിതമായിട്ട് മാത്രമേ ആലോചിക്കുന്നുള്ളൂ എന്നാണ് അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്.
ഇന്ന സാഅത്തല ആതിയത്തുൻ ലാ റൈബ ഫീഹ, നിശ്ചയമായിട്ടും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള്, അന്ത്യസമയം, യൗമുൽ ഖിയാമ, അത് വരിക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. വലാകിന്ന അക്സറൻ നാസി ലാ യുഅ്മിനൂൻ, പക്ഷെ മനുഷ്യരുടെ കൂട്ടത്തിൽ അധിക പേരും ആ ഒരു കാര്യത്തെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ലാത്തവരാണ്, ഉൾക്കൊണ്ടിട്ടില്ലാത്തവരാണ്. ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് അവരെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായി പുലരാനുണ്ട് എന്നത് അവരുടെ സംസാരവും പ്രവർത്തനവും അവരുടെ നിലപാടുകളും രീതികളും കണ്ടാൽ തോന്നുകയേ ഇല്ല. ആ വിധത്തിലാണ് മനുഷ്യരിൽ പലരും നിലകൊള്ളുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുകയുണ്ടായത്. അതിനെ തുടർന്നാണ് ഈ 60-ാമത്തെ ആയത്ത് വരുന്നത്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തിന്റെ തുടക്കം. നിങ്ങളുടെ നാഥൻ ഇങ്ങനെ ഇതാ പ്രഖ്യാപിക്കുന്നു. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിക്കുന്നു, പറയുന്നു. ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഉദൂനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ജവാബ് നൽകും. എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്കുള്ള ഇബാദത്തില് കിബ്ർ കാരണമായിട്ട് അത് നിർവഹിക്കാതെ പോകുന്ന ആളുകൾ, അഹന്ത കാരണമായി എന്നോട് പ്രാർത്ഥിക്കാതിരിക്കുന്നവർ. ഇവിടെ ഇബാദത്തും ഇതേ ആയത്തിലും മുകളില് ദുആവും പരാമർശിക്കപ്പെട്ടത് ഒരേ സംഗതി സൂചിപ്പിക്കുന്ന വിധത്തിലാണ് എന്നത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിക്കുന്ന കാര്യം ഇതാണ്. ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിച്ച് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ജവാബ് നൽകും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. എന്നിട്ട് പറയുന്നത് ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്കുള്ള പ്രാർത്ഥനയില് അല്ലെങ്കിൽ എനിക്കുള്ള ഇബാദത്തില് കിബ്ർ കാരണമായി, അഹന്ത കാരണമായി അത് നിർവഹിക്കാതിരിക്കുന്നവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവര് നരകത്തിൽ നിന്ദ്യരായി, താഴ്ന്നവരായി പ്രവേശിക്കുക തന്നെ ചെയ്യും. കിബ്ർ കാണിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നത് ഈ ഭൗതിക ലോകത്ത് മാത്രമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ആ നാളിൽ ഒരാൾക്കും തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ കിബ്ർ കാണിക്കുക സാധ്യമല്ല. അവരുടെ കാര്യത്തില് അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവുന്നത് അവരെ വളരെയേറെ നിന്ദ്യരാക്കി മാറ്റിക്കൊണ്ടും അപമാനിതരാക്കിക്കൊണ്ടും വളരെ നിസ്സാരന്മാരാക്കിക്കൊണ്ടുമായിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രാർത്ഥനയുടെ ചൈതന്യവും ആത്മാവും ഉൾക്കൊള്ളാൻ ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണം എന്ന നിലക്ക് മനസ്സിലാക്കാവുന്ന ധാരാളം കാര്യങ്ങൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഹദീസുകളിലും കാണാൻ കഴിയും. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പായി ഈ ആയത്തിനെ ഒന്നുകൂടി വായിച്ച് അതിന്റെ ഭാഷാപരമായ അർത്ഥ സൂചനകളെ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഇവിടെ അള്ളാഹു പരോക്ഷമായിട്ട് പറയുകയാണ്, അള്ളാഹുവിനെ തന്നെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ പറഞ്ഞിരിക്കുന്നു, പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉദൂനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്തെങ്കിലും ആവശ്യങ്ങള്, തേട്ടങ്ങള് അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിക്കൽ മാത്രമാണോ? നമുക്ക് തന്നെ
ചെയ്യാൻ കഴിയുന്ന, നമുക്ക് തന്നെ നേടാൻ കഴിയുന്ന കാര്യങ്ങൾക്കായി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? പ്രാർത്ഥന എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുന്ന സമയത്ത് അള്ളാഹുവിനോട് ഒരു കാര്യം അവൻ ഇടപെട്ട് നമുക്ക് ചെയ്തു തരാൻ വേണ്ടി, നേടിത്തരാൻ വേണ്ടി അവനോട് പറയലാണോ? പ്രാർത്ഥനയില്ലാതെ സ്വന്തം പ്രയത്നത്തിലൂടെ ഒരാള് അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വിധത്തിൽ പ്രയത്നിക്കുക എന്നത്, അല്ലെങ്കിൽ ശ്രമം നടത്തി അത് നേടുക എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ, ഇസ്ലാമിക വീക്ഷണത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന ആശയങ്ങളുടെ പശ്ചാത്തലത്തിൽ ശരിയായ ഒരു രീതിയാണോ അല്ലേ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളെ നമുക്ക് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അള്ളാഹു ഇവിടെ ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യം അനുഭവപ്പെടുന്ന ഒരാളോട് ദുആ ചെയ്യാൻ വേണ്ടിയല്ല പറയുന്നത്. അള്ളാഹുവിന്റെ അബ്ദായിട്ട് ഒരു മനുഷ്യൻ സ്വയം പ്രഖ്യാപിക്കുന്നതോടുകൂടി അള്ളാഹുവും ആ അബ്ദും അള്ളാഹുവും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു നൂൽപ്പാലമാണ് ദുആ എന്ന് പറയുന്നത്. അവര് അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ അബ്ദായിട്ട് സ്വയം പ്രഖ്യാപിച്ച് സമർപ്പിച്ചിട്ടുള്ള ഒരാളുടെ കാര്യത്തിൽ ആ ബന്ധം വെളിപ്പെടുത്തുന്ന ഒരു വേർബൽ അട്ടറൻസ് ആയിട്ട് പ്രാർത്ഥനയെ നമുക്ക് കാണാം. അത് നമ്മൾ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അവന്റെ നേരെ കൈകൾ ഉയർത്തുന്ന ഒരു സംഗതി മാത്രമല്ല, മറിച്ച് ഒരാള് മുസ്ലിമായി അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് കഴിയുന്നു എന്നതിന്റെ ഒരു ഏറ്റുപറയൽ കൂടിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അബ്ദാണ് ഞാൻ, എളിമയോടുകൂടി എന്റെ റബ്ബിന്റെ മുന്നിൽ നിലകൊള്ളുന്നു എന്നത് സ്വയം ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന, വിശദമാക്കുന്ന, വെളിപ്പെടുത്തുന്ന ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നത്. ചില ഹദീസുകൾ ഇത് സംബന്ധമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അതിന്റെ സ്വഭാവം ശരിക്കും ബോധ്യപ്പെടും. ഇവിടെ അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, അസ്തജിബു ലക്കും, ഞാനാണ് നിങ്ങൾക്ക് ഉത്തരം നൽകുക. പ്രാർത്ഥന സ്വീകരിക്കാനും തള്ളിക്കളയാനുമുള്ള അധികാരമുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. ഒരാളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമോ വേണ്ടേ എന്നത് തീരുമാനിക്കാനുള്ള അധികാരം, അതിനുള്ള പവർ ഉള്ളത് അള്ളാഹുവിന് മാത്രമാണ്. അത് മറ്റൊരാൾക്കും അക്കാര്യത്തിൽ ഇടപെടാനുള്ള ഒരവസരവും അള്ളാഹു നൽകുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥന പൂർണ്ണമായിട്ടും അള്ളാഹുവിനോടാണ് നിർവഹിക്കപ്പെടേണ്ടത്. ഉദൂനി അസ്തജിബു ലക്കും. എന്നിട്ട് അള്ളാഹു പ്രാർത്ഥനയ്ക്ക് സന്നദ്ധമാവാതെ കിബ്റ് കാണിക്കുന്ന ആളുകൾ എന്നൊരു പരാമർശമാണ് ഇവിടെ നടത്തുന്നത്. അള്ളാഹുവിനോട് ചെറുതും വലുതുമായ കാര്യങ്ങൾക്കായിട്ട് തേടിക്കൊണ്ടിരിക്കുക എന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ അള്ളാഹുവിനോട് തേടാനുള്ള ആ എളിമയില്ലാത്ത, ആ വിനയം കാണിക്കാത്ത, അള്ളാഹുവിന്റെ മുന്നില് നിസ്സാരനാണ് താൻ എന്നത് സ്വയം വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്ത പ്രകൃതം കൊണ്ട് നടക്കുന്ന ആളുകൾ, ആ നിലപാട് തന്നെ, ആ മാനസികാവസ്ഥ തന്നെ യഥാർത്ഥത്തിൽ ഒരു തരം കിബ്റാണ്. നമുക്ക് സാധിക്കുന്നതും സാധിക്കാത്തതുമായ, എളുപ്പമെന്ന് തോന്നുന്നതും പ്രയാസകരമെന്ന് തോന്നുന്നതും ഒക്കെയായ എന്തു തരം കാര്യമാണ് നമ്മൾ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും അതിന്റെ മുന്നോടിയായിട്ട് അള്ളാഹുവിന്റെ അക്കാര്യത്തിലുള്ള തൗഫീഖ് തേടുക എന്നത്, അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും അനുഗ്രഹവും ഒക്കെ തേടുക എന്നത് സത്യവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാടാണ്. ഹദീസുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്, ഞാനത് നിങ്ങളെ കേൾപ്പിക്കാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി. ഈ ഇബാദത്ത് എന്ന വാക്ക് ഇവിടെ
അടിമപ്പെടൽ എന്ന അർത്ഥത്തിലും കാണാം. അതേ സമയം ഈ ആയത്തിന്റെ തുടക്കത്തിൽ ഉപയോഗിച്ച ദുഊനി, എന്നോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ ആ വാക്കിൽ അടങ്ങിയിട്ടുള്ള ദുആഉം സൂചിപ്പിക്കപ്പെടുന്നതായിട്ട് മനസ്സിലാക്കാം. ഒരാള്, ഒരു അടിമ, ഒരു വ്യക്തി അള്ളാഹുവിനോട് തേടുന്നുവെങ്കിൽ ഒരേ ഒരു തലത്തിൽ നിന്നുകൊണ്ടേ അത് സാധ്യമാവുകയുള്ളൂ. അള്ളാഹുവെ, ഞാൻ നിന്റെ അബ്ദാണ്, ഞാൻ നിന്റെ ദാസനാണ്, നിനക്ക് വിധേയപ്പെട്ടവനാണ് എന്ന് വാക്കുകൾ കൊണ്ട് ഉച്ചരിച്ച് പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ടോ മാത്രമേ അള്ളാഹുവിനോട് ഒരു കാര്യം തേടാൻ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ മുന്നിൽ താൻ അബ്ദാണ് എന്നത് സ്വയം ഉൾക്കൊണ്ട് പറയുക എന്നത്, അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്നത് ഒരാള് മുസ്ലിം ആവുന്നതിന്റെ, അള്ളാഹുവിന് വിധേയപ്പെടുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ലക്ഷണമാണ്. അതിനാരെങ്കിലും കൂട്ടാക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവൻ അടിസ്ഥാനരഹിതമായ വിധത്തില് യാതൊരു ന്യായീകരണവും ഇല്ലാത്ത വിധത്തില് അഹന്ത കാണിക്കുകയാണ് എന്നാണ് അതിന്റെ സൂചന. അതുകൊണ്ടാണ് പ്രാർത്ഥന നിർവഹിക്കുന്ന ആളുകളും പ്രാർത്ഥന നിർവഹിക്കാത്തവരും, ഈ രണ്ട് കാറ്റഗറീസ്, ഒന്ന് ആദ്യം സൂചിപ്പിച്ച വിഭാഗം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർ, എന്തിനും ഏതിനും അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നവർ, അവര് അള്ളാഹുവിന് സ്വയം സമർപ്പിച്ച ആളുകളാണ്. അവര് മുസ്ലിം ആയി മാറിയിട്ടുള്ള ആളുകളാണ്. അള്ളാഹുവിന് സമർപ്പിക്കുന്ന ആളുകൾക്കാണ് മുസ്ലിം എന്ന് പറയുക. എന്നാൽ അള്ളാഹുവിനെ ഗൗനിക്കാതെ, അള്ളാഹുവിനോട് തേടാനുള്ള ഇഷ്ടം കാണിക്കാതെ അഹന്ത നടിക്കുന്നത് പലപ്പോഴും അതിന്റെ എല്ലാ എക്സ്ട്രീംസിലേക്കും ആളുകൾ പോകുന്നത് കാണാം. ശാസ്ത്രത്തിന്റെ പേരിലോ ഭൗതികമായ നേട്ടങ്ങളുടെ പേരിലോ വിദ്യാഭ്യാസപരമായ ഉയർച്ച നേടാൻ കഴിഞ്ഞതിന്റെ പേരിലോ ഒക്കെ താൻ എല്ലാം തികഞ്ഞവനാണ് എന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അഹന്തയോടുകൂടി പെരുമാറുന്ന അല്ലെങ്കിൽ നിലപാടെടുക്കുന്ന ആളുകൾ, ഇത് പ്രകടമാക്കുന്നത് യഥാർത്ഥത്തിൽ കിബ്റാണ്. അള്ളാഹുവിനോട് ചെറുതും വലുതുമായ എല്ലാറ്റിനോടും എല്ലാ കാര്യത്തിലും അവന്റെ തൗഫീഖും തൗസിയും അവന്റെ അനുഗ്രഹങ്ങളും സഹായവും കാരുണ്യവും ഒക്കെ തേടിക്കൊണ്ടിരിക്കുക എന്നതാണ് ഒരു വ്യക്തിയുടെ വിശ്വാസം ഉൾക്കൊള്ളുന്നതിന്റെ പ്രകടമായ ഒരു ലക്ഷണം. അതിന് കൂട്ടാക്കാതിരിക്കുക എന്നത്, അതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്റെ ഇബാദത്തിന്റെ കാര്യത്തിൽ കിബ്ർ കാണിക്കുന്നവർ, എനിക്കുള്ള വിധേയപ്പെടൽ നടത്തിക്കൊണ്ട് എന്നോട് പ്രാർത്ഥിക്കുകയും എന്നെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നതിനുള്ള ആ വിനയം കാണിക്കാത്തവർ, ആ നിലക്ക് അതിന് സന്നദ്ധത കാണിക്കാതെ കിബ്ർ കാണിക്കുന്നവർ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവരിപ്പോ കിബ്ർ കാണിക്കുകയൊക്കെ ചെയ്യും. അവരുടെ പെരുമാറ്റത്തില്, ഹാവഭാവങ്ങളില് തങ്ങളാണ് വലിയവർ, തങ്ങള് കേമന്മാരാണ് എന്ന് തോന്നിപ്പിക്കുന്ന ശരീരഭാഷയും സംസാര ശൈലിയും ഒക്കെ അവരുടെ രീതികളിൽ നിന്ന് പ്രകടമാകും. പക്ഷെ ഉയർത്തെഴുന്നേൽപ്പ് നാളിലെ അവസ്ഥ എന്താണ്? സയദ്ഖുലൂന ജഹന്നം, അവര് തീർച്ചയായിട്ടും നരകത്തിൽ പ്രവേശിക്കും. ആ അഹന്തയുള്ളവരായിക്കൊണ്ടോ കിബ്ർ കാണിക്കുന്നവരായിക്കൊണ്ടോ ഒന്നുമല്ല, ദാഖിരീനാണ്. തോറ്റു പത്തി മടക്കി എല്ലാ നിലക്കും ദുല്ല് കാണിച്ച്, ദില്ലത്ത് കാണിച്ചുകൊണ്ട് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ദഹറ എന്ന വാക്കിൽ നിന്നാണ് ദാഹിർ എന്ന വാക്ക് വരുന്നത്. ദഹറ എന്ന് പറഞ്ഞാല് ചെറിയവനായി, അല്ലെങ്കിൽ അപമാനം പേർന്നവനായി, അല്ലെങ്കിൽ എളിമ കാണിക്കേണ്ടവനായി, അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള സൂചനകളാണ്. അപ്പൊ നിന്ദിതരും നികൃഷ്ടരുമായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്.
ആ കിബറ് കൊണ്ട് അവർക്ക് ഔന്നത്യമല്ല, അവർക്ക് ഉയർച്ചയല്ല, ഏതെങ്കിലും വിധത്തിൽ അവര് മഹത്വമുള്ളവരായി മാറുകയല്ല ചെയ്യുന്നത്. മറിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അള്ളാഹുവിന് അടിമപ്പെടുന്നതിന്, അവനെ അനുസരിക്കുന്നതിന്, അവന് ആരാധനകൾ അർപ്പിക്കുന്നതിന് കിബറ് കാരണമായിട്ട് സന്നദ്ധത കാണിക്കാത്ത ആളുകൾ തീർച്ചയായിട്ടും അവര് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുന്നത് സകല വിധത്തിലുള്ള നികൃഷ്ടതയും നിന്ദ്യതയും ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയുടെ ചൈതന്യത്തെ വ്യക്തമാക്കുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കാണാം. അതിലൊന്ന്, എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമായ അള്ളാഹുവിനോട് മാത്രമായിട്ടാണ് പ്രാർത്ഥന പാടുള്ളത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം. പ്രാർത്ഥനക്ക് അർഹനായിട്ടുള്ളത് അള്ളാഹു മാത്രമാണ്. കാരണം അവൻ മാത്രമാണ് അദൃശ്യതയിൽ അകലങ്ങളിൽ നിന്നുകൊണ്ട് അവന്റെ നേരെ കൈ ഉയർത്തി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ കേൾക്കുന്നത്, അതില് ആ വിഷയത്തിൽ ആ കാര്യത്തിൽ ഇടപെട്ട് നടപടി സ്വീകരിക്കാൻ കഴിയുന്നവൻ അവൻ മാത്രമാണ്. മനുഷ്യന്റെ ആഗ്രഹാഭിലാഷങ്ങള് ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് ഭൗതിക ലോകത്തെ പ്രകൃതിപരമായ മാധ്യമങ്ങൾ മാത്രം മതിയാവുകയില്ല. ഉദാഹരണത്തിന് ഒരു രോഗം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാള്, അയാൾക്ക് വൈദ്യസഹായം വേണ്ടി വരും, അയാൾക്ക് ഔഷധങ്ങൾ വേണ്ടി വരും. അതുപോലെ അയാളെ ഉദ്ദേശിച്ച വൈദ്യന്റെ അടുക്കൽ എത്തിക്കേണ്ട ഒരു സേവനം വേണ്ടി വരും, അയാൾക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ വേണ്ടി വരും. ഇതൊക്കെ ഉണ്ടായാലും രോഗം മാറുക എന്നതിൽ അതുകൊണ്ട് മാത്രമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. മറിച്ച് ചില രോഗങ്ങൾക്ക് ഒരേ രോഗമുള്ള രണ്ടാളുകൾ ഈ വിധത്തില് ചികിത്സ നൽകപ്പെട്ടാൽ അവരുടെ കൂട്ടത്തില് ഒരാൾക്ക് രോഗമുക്തി ഉണ്ടാകുന്നു, മറ്റേയാള് മരിച്ചു പോകുന്നു എന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അത് രോഗമുക്തി നൽകുന്ന കാര്യം തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ ഈ കാര്യങ്ങൾ, പ്രകൃതിപരമായ മാധ്യമങ്ങളിലൂടെ ഒരു കാര്യത്തിനുള്ള പരിഹാരം നമ്മൾ കാണുമ്പോൾ തന്നെയും ഒരു ക്ലേശം ദൂരീകരിക്കാൻ, അല്ലെങ്കിൽ ഒരു രോഗം മാറിക്കിട്ടാൻ, ഒരു പ്രയാസം ഇല്ലാതായി കിട്ടാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ പരിഹാരങ്ങൾ തേടുന്നതെങ്കിൽ ആ സന്ദർഭത്തില് അതൊരു യാഥാർത്ഥ്യമാക്കി നമുക്ക് അത് സൗകര്യപ്പെടുത്തി തരാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് ഒരു അനിവാര്യമായ ഒരു കാര്യമായിട്ടാണ് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോ ഭൗതിക മാത്രമായ സഹായം പോരാ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട്. അതിനെ അഭൗതികമായ വിധത്തില് ഇടപെട്ട് നമുക്ക് അത് സഹായകമാക്കി തരാൻ ഒരു ശക്തി ആവശ്യമാണ് എന്നതാണ് പ്രാർത്ഥനകളുടെ ഒരു വളരെ അടിസ്ഥാനപരമായ ഒരു ചൈതന്യം തന്നെ. അള്ളാഹുവാണ് ഏത് സംഗതിയും പ്രത്യക്ഷത്തിൽ നമുക്ക് കണക്കുകൂട്ടലുകൾ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്ന കാര്യം സാധ്യമാക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഇച്ഛ കാരണമായിട്ടാണ്, അള്ളാഹുവിന്റെ തീരുമാനം കാരണമായിട്ടാണ്. അതുകൊണ്ടാണ് ഒരേ അവസ്ഥയിലുള്ള രണ്ടാളുകളുടെ കാര്യത്തിൽ ഒരാളുടേത് വിജയിക്കുന്നു, മറ്റേയാളുടേത് വിജയിക്കാതെ പോകുന്നു എന്നത് നമ്മൾ കാണാറുണ്ട്. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ ഇച്ഛയാണത്. ആ ഇച്ഛ നമുക്ക് അനുകൂലമായി ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥന നിർവഹിക്കുന്നത്. രണ്ടാമത്തെ ഒരു സംഗതി മനസ്സിലാക്കേണ്ടത്, ഇത് അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും നിർവഹിക്കാമോ? അള്ളാഹു അല്ലാത്ത ഒരാൾക്കും തന്നെ ഈ വിധത്തില് കാര്യങ്ങളിൽ ഇടപെട്ട് ഫലമുണ്ടാക്കാൻ കഴിയും എന്ന് ഒരാളുടെ കാര്യത്തിലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല.
കാര്യങ്ങളിൽ അഭൗമമായ വിധത്തിൽ ഇടപെട്ടുകൊണ്ട് സഹായിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് മറ്റാർക്കെങ്കിലും ദിവ്യമായ കഴിവുണ്ട്, ശക്തിയുണ്ട്, അധികാരമുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് തീർത്തും അബദ്ധജടിലമായ, തീർത്തും അസ്വീകാര്യമായ ഒരു കാര്യമാണ്. അപ്പോ അള്ളാഹുവും അവന്റെ ദാസനും തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഒരു അബ്ദും അവന്റെ റബ്ബും തമ്മിലുള്ള ഒരു ബന്ധം ഈ ഒരു പ്രാർത്ഥനയുടെ ബലത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥനയാണ് അതിന്റെ ഒരു ചൈതന്യം വെളിപ്പെടുത്തുന്ന കാര്യം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അല്ലാഹു അല്ലാത്ത ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അത് അർഹതയില്ലാത്ത ഒരാളോട് ഒരു കാര്യം പറയുകയോ ചോദിക്കുകയോ ചെയ്യുന്ന പോലെയാണല്ലോ. നമുക്കത് ഇപ്പോ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു റേഷൻ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പോലും സങ്കല്പിക്കാം. യഥാർത്ഥത്തിൽ നമ്മൾ അതിന് ചുമതലയുള്ള ആളുടെ അടുക്കൽ പോയി അത് ആവശ്യപ്പെടുമ്പോഴാണ് അവിടെ നമ്മുടെ ആവശ്യം ഉന്നയിക്കപ്പെടുന്നതും അതിന് പരിഹാരം ഉണ്ടാവുന്നതും. അതിന് പകരം നമ്മെപ്പോലെ ആവശ്യക്കാരായിട്ട് അവിടെ നിൽക്കുന്ന ആളുകളോട് നമ്മളത് ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് ഒരു നിലക്കും അർഹിക്കാത്ത ഒരാളോട് അത് ചോദിക്കലും അത് ആ പാഴായ ഫലശൂന്യമായ ഒരു പ്രവർത്തനം ചെയ്യുകയും ചെയ്യുന്ന പോലെയായി മാറും. യഥാർത്ഥത്തിൽ പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവിടെ പോയി ഇവിടെ പോയി മറ്റൊരിടത്ത് പോയി അവരോടൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാ ദൈവങ്ങളോടും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കാം ആളുകൾ. യഥാർത്ഥത്തിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടതും അത് ബോധ്യപ്പെടുത്തേണ്ടതും അറിയിക്കേണ്ടതും ഒക്കെ അറിയിക്കേണ്ട യഥാർത്ഥത്തിലുള്ള ശക്തിയുടെ മുന്നിൽ തന്നെയാണോ എന്നുള്ളതിനെ കുറിച്ചാണ് അവര് ആലോചിക്കാതെ പോകുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ ഒരിക്കലും തന്നെ അല്ലാഹു അല്ലാത്ത മറ്റാരോടെങ്കിലും നിർവഹിക്കുക എന്നത് ഒരു സാഹചര്യത്തിലും പാടില്ലാത്തൊരു കാര്യമാണ് എന്നതാണ് ഖുർആനിലൂടെ വ്യക്തമാക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ ഇബാദത്തിന്റെ ജീവനാണ് അല്ലെങ്കിൽ ചൈതന്യമാണ് പ്രാർത്ഥന എന്നത് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് നമുക്ക് ഈ ആയത്തില് ദുആ എന്ന വാക്കും ഇബാദത്ത് എന്ന വാക്കും ഒരേ അർത്ഥത്തില് ഉപയോഗിച്ചത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഒരു ഹദീസ് പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന, അത് തന്നെയാണ് ഇബാദത്ത്. മറ്റൊരു ഹദീസിൽ അദ്ദുആഉ മുഖ്ഖുൽ ഇബാദ, പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ് എന്നാണ്, അതിന്റെ അകക്കാമ്പാണ് പ്രാർത്ഥന എന്നാണ് സൂചിപ്പിക്കുന്നത്. വേറൊരു ഹദീസിൽ പറയുന്നത് മല്ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി, ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ, അള്ളാഹിനോട് ചോദിക്കാതിരിക്കുന്നതിന്റെ ഒരു മനോഘടന എന്ന് പറയുന്നത് ഞാൻ തികഞ്ഞവനാണ്, എന്നെ കൊണ്ട് തന്നെ സാധിക്കും, എനിക്ക് അള്ളാഹിന്റെ സഹായമൊന്നും വേണ്ട എന്നൊരു മനസ്ഥിതിയാണല്ലോ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് തേടാതിരിക്കുന്നതിന്റെ ഒരു 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 മാനസികാവസ്ഥ. അതാണ് അങ്ങനെയുള്ള ആളുകൾ മല്ലം യസ്അലില്ലാഹ, അതിനെക്കുറിച്ച് തുടർന്ന് അള്ളാഹു പറയുന്നത് യഗ്ളബ് അലൈഹി എന്നാണ്. അള്ളാഹു അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. അള്ളാഹുവിനോട് ആരെങ്കിലും തേടാൻ വിമുഖത കാണിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്നതിന് കാരണമാകും. ഇതാണ് ഈ ഹദീസ് വ്യക്തമാക്കുന്നത്. അപ്പൊ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുക എന്നത്
ഓരോരുത്തരും അള്ളാഹുവിന്റെ അബ്ദാണ് എന്നത് സ്വയം ഓർമ്മപ്പെടുത്തുന്നതിന്റെ ഭാഗം കൂടിയാണ് എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മറ്റൊരു ഹദീസില് പ്രാർത്ഥനയെ കുറിച്ച് സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്: ലാ യറുദ്ദുൽ ഖലാഇ ഇല്ല ദുആ. അള്ളാഹു കാര്യങ്ങളില് അള്ളാഹുവിന്റെ വിധി തീർപ്പ് അല്ലെങ്കിൽ വിധി നിർണയം നടത്തിയിട്ടുണ്ടാവുമല്ലോ. പക്ഷെ അതിൽ മാറ്റം വരുത്തുന്നത് പ്രാർത്ഥന മാത്രമാണ് എന്നാണ് ഈ ഹദീസ് വ്യക്തമാക്കുന്നത്. നമ്മളുടെ കാര്യത്തില് നമ്മുടെ സകല സംഗതികളിലും അള്ളാഹുവിന്റെ ഒരു വിധി തീർപ്പ് നേരത്തെ ഉള്ളതാണ്. പക്ഷെ ആ സംഗതിയിൽ മാറ്റം വരുത്താൻ പ്രാർത്ഥന കാരണമാകും. ലാ യറുദ്ദുൽ ഖലാഇനെ മാറ്റുകയില്ല, തടുക്കുകയില്ല, അല്ലെങ്കിൽ ഖലാഇല് ഇടപെടുകയില്ല. ഇല്ല ദുആ, പ്രാർത്ഥനയല്ലാത്ത മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ഖലാഇല് മാറ്റം വരുത്താൻ പ്രാർത്ഥന കാരണമാകും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ വളരെ അത്ഭുതകരമായിട്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലൊക്കെ ഖലാഇല് മാറ്റം ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ കഴിയും. ചില കാര്യങ്ങളിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകള് പ്രത്യക്ഷത്തില് ഫലമുണ്ടായില്ല എന്ന് തോന്നുമെങ്കിലും അള്ളാഹു ആ കാര്യങ്ങൾക്കുള്ള അവന്റെ ജവാബ് മറ്റു പല സംഗതികളിലൂടെയായിട്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. വേറൊരു ഹദീസിൽ പറയുന്നത് മാമിൻ അഹദിൻ യദഉ ബിദുആഇൻ ഇല്ലാ അതാഹുല്ലാഹു മാ സഅല ഔ കഫ അൻഹു മിനസ്സൂഇ മിസ്ലിഹി മാ ലം യദഉ ബിഇസ്മിൻ ഔ ഖതിയഅതി റഹ്മി. ഈ ഹദീസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: മാമിൻ അഹദിൻ യദഉ ബിദുആഇൻ, ഒരു ദാസൻ, ഒരു അള്ളാഹുവിന് സമർപ്പിച്ച ഒരാള് ഒരു പ്രാർത്ഥന നടത്തുന്നുവെങ്കിൽ ഇല്ല അതാഹുല്ലാഹു മാ സഅല, അള്ളാഹു അവൻ ചോദിച്ച സംഗതി അവന് നൽകിക്കൊണ്ടല്ലാത്ത ഒരു പ്രതികരണം അതിനുണ്ടാവുകയില്ല. അല്ലെങ്കിൽ ഔ കഫ അൻഹു മിനസ്സൂ, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവൻ ഒരു ദ്രോഹം അള്ളാഹു തടഞ്ഞിട്ടുണ്ടാകും. പ്രത്യക്ഷത്തിൽ ആ പ്രാർത്ഥന സ്വീകരിച്ച ലക്ഷണം ഉണ്ടായില്ലെങ്കിലും അള്ളാഹു അയാൾക്ക് അതിനേക്കാൾ ആശ്വാസകരമായ ഒരു പ്രയാസം നീക്കിയിട്ടുണ്ടാവും, ഒരു ദ്രോഹം തടഞ്ഞിട്ടുണ്ടാവും. ഔ കഫ അൻഹു മിനസ്സൂഇ മിസ്ലി. എപ്പോഴാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു നിബന്ധന അള്ളാഹു പറയുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപ്പെടുത്തിയ കാര്യമാണ്. മാലം യദഉ ബി ഇസ്മിൻ, അയാൾ പ്രാർത്ഥിക്കുന്നത് കുറ്റകരമായ ഒരു കാര്യത്തിന് വേണ്ടിയോ ഔ ഖതിയഅതി റഹ്മിൻ, അല്ലെങ്കിൽ കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഉള്ളതല്ല അയാളുടെ പ്രാർത്ഥനയെങ്കിൽ. എന്ന് പറഞ്ഞാൽ നല്ല പ്രാർത്ഥനയാണ് ഒരാൾ നടത്തുന്നത്, അത് ഒരു കുറ്റകരമായ കാര്യം ഉണ്ടാകാൻ വേണ്ടിയോ അല്ലെങ്കിൽ കുടുംബത്തെ ശിഥിലമാക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകാൻ വേണ്ടിയോ അല്ല. നല്ല സംഗതിക്ക് ഇത് രണ്ടും വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങളായതുകൊണ്ടാണ് അല്ലാഹു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നത്. കുറ്റകരമായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. അതുപോലെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതല്ലാത്ത ഒരു പ്രാർത്ഥന ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തീർച്ചയായിട്ടും മറുപടി നൽകും, ജവാബ് നൽകും. അത് ഒന്നുകിൽ അവൻ ആവശ്യപ്പെട്ട കാര്യം നിർവഹിച്ചുകൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ അവന് ഒരു വലിയ ദ്രോഹം തടഞ്ഞു കൊടുത്തുകൊണ്ട് അവന് ആശ്വാസം നൽകിക്കൊണ്ടായിരിക്കും. അപ്പൊ ഇത് പരസ്പരം ബന്ധം ഉണ്ടാവും, നമ്മൾ കാണുന്നുണ്ടാവില്ല. നമ്മൾ ചോദിച്ച സംഗതി അള്ളാഹു നമുക്ക് ഗുണമല്ല എന്നതിനാൽ, അല്ലെങ്കിൽ അത് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിനാൽ അത് ചിലപ്പോൾ തരാതിരുന്നു എന്ന് വരും. പക്ഷെ ഇപ്പുറത്ത് നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, ഒരു വലിയ പ്രയാസം അള്ളാഹു നീക്കി തന്നിട്ടുണ്ടാവും, അത് നമ്മൾ കാണുന്നുണ്ടാവില്ല. ഒരു ഉദാഹരണത്തിന് നമ്മള് ഇപ്പം ഒരു രോഗം വന്നു, ആ രോഗം ഭേദമായി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച വിധത്തിൽ പെട്ടെന്ന് ഭേദമായി കിട്ടിയിട്ടില്ല. എന്നാൽ ആ ഒരൊറ്റ കാരണത്താൽ അള്ളാഹു നമ്മുടെ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതിന്റെ ഭാഗമായിട്ട്
വലിയ ഒരു പ്രയാസം. ഉദാഹരണത്തിന് ആ രോഗം ഉണ്ടായിരുന്നില്ലെങ്കിൽ അന്ന് അയാൾ ഒരു യാത്ര ചെയ്യും. ആ യാത്ര ഒരു അപകടത്തിൽ ചെന്ന് അവസാനിക്കുകയും അയാൾക്ക് വലിയ ആപത്ത് ഉണ്ടാവുകയൊക്കെ ചെയ്യാൻ കാരണം ആകുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ദ്രോഹം ഇല്ലാതാക്കി തരാൻ വേണ്ടി അള്ളാഹു ചിലപ്പോ ഈ പ്രാർത്ഥനക്കുള്ള ഒരു ഉത്തരം ആ വിധത്തില് ചെയ്തു എന്ന് വരും. അപ്പോ പരസ്പരം ബന്ധം ഉണ്ടാവും കാര്യങ്ങൾ തമ്മിൽ. നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവം എന്നത് അത് ഒരു സിംഗുലർ എക്സ്പീരിയൻസ് എന്നുള്ള നിലക്ക് അത് മാത്രമായിട്ട് നമുക്ക് വിലയിരുത്താനോ മനസ്സിലാക്കാനോ കഴിയില്ല. നമുക്ക് ഒരു കാര്യത്തിൽ നമ്മുടെ ഒരു പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചു എന്നത് മനസ്സിലാവുന്നത് ആ കാര്യം അതേപടി നടപ്പിലാക്കപ്പെട്ടു എന്നത് കൊണ്ട് മാത്രമാവില്ല. അതല്ലാത്ത വേറെ ചില പ്രയാസങ്ങൾ നീക്കി തന്നതും കാര്യങ്ങൾ എളുപ്പമാക്കി തന്നതും ഒക്കെ വേറെ ഉണ്ടാവും. അപ്പൊ ആ വിധത്തിലും അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കും എന്നതാണ് ആ ഹദീത്ത് സൂചിപ്പിക്കുന്നത്. മറ്റൊരു ഹദീത്തിൽ പറയുന്നത് നോക്കുക, പ്രാർത്ഥന നടത്തുമ്പോൾ ആത്മവിശ്വാസം ഇല്ലാത്ത ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന വിധത്തിൽ പ്രാർത്ഥിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചേക്കാണ്. ഇദാ ദഅ അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫലാ യഖുൽ അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശിഅ്ത, അയാൾ ഇങ്ങനെ പറയരുത്, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് പുറത്തു തരണം. അതുപോലെ ഉർസുഖ്നി ഇൻ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് റിസ്ഖ് നൽകണം, എനിക്ക് ജീവിത വിഭവങ്ങൾ നൽകണം. അതുപോലെ അങ്ങനെയുള്ള ഒരു ദൃഢത ഇല്ലാത്ത വിധത്തില് നമ്മളുടെ ആവശ്യത്തിൽ നമ്മൾ ദൃഢതയോടുകൂടി ഉറച്ചു നിൽക്കാത്ത വിധത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വൽയഅ്സിം മസ്അലതഹു, അവൻ ചോദിക്കുന്ന കാര്യത്തിൽ ദൃഢമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് വേണം ചോദിക്കാൻ. നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നെ സഹായിക്കണേ, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് ജീവിത വിഭവങ്ങൾ നൽകണേ എന്നല്ല, ജീവിത വിഭവങ്ങൾ തരാൻ വേണ്ടി തന്നെ അള്ളാഹുവിനോട്, അള്ളാഹുവിന് അതിന് കഴിയും, എനിക്ക് ആവശ്യമുള്ള റിസ്ക് നൽകാൻ അള്ളാഹുവിന് തീർച്ചയായിട്ടും കഴിയും എന്ന ദൃഢബോധ്യത്തോടു കൂടിയാണ് അത് ചെയ്യേണ്ടത്. അതുപോലെ വേറൊരു ഹദീസിൽ വ്യക്തമാക്കുന്നത് ഉദുല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടും എന്ന ദൃഢബോധ്യത്തോടു കൂടിയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹു ചിലപ്പോഴൊക്കെ ഉത്തരം തന്നു വരും, ഇല്ലാതെയും ആയിന്ന് വരും എന്ന നിലക്കല്ല, മറിച്ച് മൂഖിനൂന ബിൽ ഇജാബ, ഇജാബത്ത് ഉണ്ടാകും എന്ന് യഖീനുള്ള വിധത്തിലാണ് പ്രാർത്ഥന നിർവഹിക്കേണ്ടത് എന്നത് ആ ഹദീസ് വ്യക്തമാക്കുകയാണ്. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, യുസ്തജാബു ലിൽ അബ്ദി മാലം യദഉ ബി ഇസ്മിൻ ഔ ഖതിയത്തി റഹിം, ഒരാള് കുറ്റകരമായ ഒരു കാര്യത്തിനു വേണ്ടിയല്ല, കുടുംബ ബന്ധത്തെ തകർക്കുന്ന ആവശ്യത്തിനു വേണ്ടിയോ അല്ല പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഉത്തരം നൽകപ്പെടും. മാലം യുസ്താഴ്ച, അയാള് മുസ്താഴ്ജിലാവാതെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ. അപ്പൊ ഒരാള് ചോദിക്കുകയാണ്, ഖീല യാ റസൂലല്ലാഹ് മൽ ഇസ്തിഅ്ജാൽ, ഈ മുസ്താഴ്ജിലാവുക, ഇസ്തിഅ്ജാൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇങ്ങനെയാണ്, യഖൂലു ഖദ് ദഅഉതു, ഒരാളിങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം പറയാണ്, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, വഖദ് ദഅഉതു, ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, ഫലം അറ യുസ്തജാബു ലി, എനിക്ക് ഉത്തരം നൽകപ്പെടുന്നത് ഞാൻ കാണുന്നേ ഇല്ല. ഇത് ഇസ്തിഅ്ജാലാണ്, അജലത്താണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ പലതവണ പ്രാർത്ഥിച്ചു എന്നിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഒരാൾ കാണിക്കുന്ന അജലത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കാരണം പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നമ്മൾ ചോദിച്ച സംഗതി അതേപടി തരിക എന്നത് മാത്രമല്ല, നമുക്ക് വേറെ ചില പ്രയാസങ്ങൾ നീക്കി തരിക എന്നതും ചില പരീക്ഷണങ്ങൾ നമുക്ക് തടഞ്ഞു വെക്കുക എന്നതും ഒക്കെ പ്രാർത്ഥനയുടെ ഇജാബത്ത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ദിവസം പ്രാർത്ഥിച്ചു, ആവർത്തിച്ച് പ്രാർത്ഥിച്ചു, എന്നിട്ടും എനിക്കൊരു ഉത്തരവും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന അജലത്ത്, എന്ന ധൃതിയിൽ കാര്യങ്ങൾ കാണണം എന്ന ഒരു വ്യഗ്രത കാണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, അതല്ല വേണ്ടത്. സഹനവും ക്ഷമയും, അതുപോലെ അള്ളാഹു
എന്റെ പ്രാർത്ഥനയ്ക്ക് വേറെ പല നിലക്കും ഇജാബത്ത് നൽകുന്നുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ആണ് പ്രാർത്ഥന നിർവഹിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ പലതവണ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന ഒരു നിലപാടാണ് ഒരാൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ അയാൾ അതിൽ മടുപ്പുള്ളവനാവാനും പ്രാർത്ഥന തന്നെ ഉപേക്ഷിക്കാനും കാരണമാകും എന്നുകൂടി ആ ഹദീസിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ പറയുന്നത് ലൈസ ഷൈഉൻ അക്രമു അലല്ലാഹി മിനദ് ദുആ. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയേക്കാൾ പ്രതിഫലാർഹമായി മറ്റൊന്നുമില്ല. ദുആഇനേക്കാൾ പ്രതിഫലം അർഹിക്കുന്ന ഒരു കർമ്മമായിട്ട് അല്ലാഹു മറ്റൊന്നിനെയും പരിഗണിക്കുന്നില്ല എന്നൊരു ഹദീസിൽ പറയുന്ന കാണാം. വേറൊരു ഹദീസില് ഇസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് തേടുക. ഫഇന്നല്ലാഹ യുഹിബ്ബു അൻ യുസ്അല, ഇങ്ങനെ ആളുകൾ തേടുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. ആളുകൾ അള്ളാഹുവിനോട് അവന്റെ സഹായവും പിന്തുണയും ആവശ്യപ്പെടുന്നത്, തേടിക്കൊണ്ടിരിക്കുന്നത് അവന് ഇഷ്ടമാണ്. ഇതാണ് മനുഷ്യരും അള്ളാഹുവും തമ്മിലുള്ള വ്യത്യാസം. നമ്മളൊരു കാര്യം ഒരാളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്, തേടുകയാണ്. അത് ഓരോ തവണ ആവർത്തിക്കുമ്പോഴും അതൊരു മനുഷ്യനോടാണ് തേടുന്നതെങ്കിൽ അയാൾക്ക് മടുപ്പുണ്ടാവും. അയാൾ പിന്നെ വെറുപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങും. അത് നിരന്തരമായി തന്നെ ഒരാൾ അങ്ങനെ ആ വെറുപ്പുളവാക്കുന്ന വിധത്തിൽ അയാളോട് തേടുകയാണെങ്കിൽ അയാൾ ചിലപ്പോൾ ആട്ടി പുറത്താക്കി എന്നൊക്കെ വരും. മനുഷ്യന്റെ നിലപാട് അതാണ്. പ്രാർത്ഥനയോട് അല്ലെങ്കിൽ ഒരാൾ സഹായം തേടുന്നതിന് അല്ലെങ്കിൽ ഒരു ഇടപെടൽ വേണമെന്ന് ഒരാളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോൾ അയാൾക്ക് അതിൽ വെറുപ്പും അതുപോലെ തന്നെ മടുപ്പും ഒക്കെയാണ് ഉണ്ടാവുക. എന്നാൽ അള്ളാഹു ഈ നിലപാടല്ല സ്വീകരിക്കുന്നത് എന്നാണ് ഈ ഹദീസ് വ്യക്തമാക്കുന്നത്. ആവർത്തിച്ച് അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുമ്പോൾ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എൻ്റെ ഒരു ദാസൻ എന്നോട് കൂടുതലായിട്ട് ചോദിക്കാൻ വേണ്ടി അത് അള്ളാഹു അല്പം വൈകിപ്പിക്കും എന്ന് വരെ ചില ഹദീസുകളിൽ സൂചിപ്പിക്കുന്ന കാണാം. ആവർത്തിച്ച് അള്ളാഹുവിനോട് അയാൾ ചോദിക്കുന്നത് അള്ളാഹു അത്രയേറെ ഇഷ്ടപ്പെടുന്ന കാരണമായിട്ട് അയാൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് മുഖേന അള്ളാഹുവിന് ആ ഇഷ്ടം അനുഭവിക്കാൻ വേണ്ടി അയാൾക്ക് നൽകേണ്ട ഇജാബത്ത് അള്ളാഹു അല്പം വൈകിപ്പിക്കും. അത് അയാൾക്ക് ദ്രോഹകരമായ രീതിയിലല്ല, അയാൾക്ക് പല നിലക്കും ഗുണമുള്ള രീതിയിൽ തന്നെ വൈകിപ്പിക്കും എന്ന് ഒരു ഹദീസിൽ വ്യക്തമാക്കിയത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വേറെയും ചില ഹദീസുകൾ ഇത് സംബന്ധമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ഹദീസിലുള്ളത് യസ്അലു അഹദുക്കും, ഒരാള് തന്റെ റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബഹു ഹാജതഹു കുല്ലഹു, എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും അഭികാമ്യമായ ഒരു സംഗതി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹത്താ യസ്അൽ ഷിസ്അ നഅലഹു ഇദൻഖത, അയാളുടെ ചെരുപ്പിന്റെ വാററ്റു പോയാൽ ആ ഒരു കാര്യത്തിൽ വരെ അയാൾ അള്ളാഹുവിനോട് തേടുന്നു എന്ന് വെക്കുക. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് എന്നാണ് ഈ ഹദീസ് വ്യക്തമാക്കുന്നത്. ചെരുപ്പിന്റെ വാററ്റു പോയ കാര്യത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് പറയുന്നത് അത് തൗഫീഖിന് വേണ്ടിയുള്ളതാണ്. വേറെ ചെരുപ്പ് പോയി വാങ്ങുക എന്നുള്ളത് അയാൾക്ക് പ്രയാസകരമല്ല, അയാൾ പോയി വാങ്ങും. പക്ഷെ അതും അള്ളാഹുവിന്റെ തൗഫീഖിനെയും തൗസീഇനെയും ആശ്രയിച്ചുകൊണ്ടുള്ളതാണല്ലോ. അതുകൊണ്ട് അത്രയും നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അള്ളാഹുവിനോട് തേട്ടമുള്ളവനാവുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഒരു ആയത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നത് കാണാം, യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരൊക്കെയും അവനോട് നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്നു. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, ഉടനീളം, പകലുടനീളം അല്ലെങ്കിൽ ദിവസം ഉടനീളം, സമയമുടനീളം അള്ളാഹു അവർക്കുള്ള ഇജാബത്ത് നൽകുന്നതിൽ
വ്യാപൃതനാണ് എന്നാണ് ആ ആയത്ത് വ്യക്തമാക്കുന്നത്. അപ്പൊ അള്ളാഹുവാണ് തേട്ടങ്ങള് നിരന്തരമായി ഉണ്ടാകുന്നതിനെ ഇഷ്ടപ്പെടുന്നവൻ. മനുഷ്യരിൽ ആരും അങ്ങനെയല്ല. മനുഷ്യരിൽ പദവിയിലും സ്ഥാനത്തും ഒക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് രണ്ടാമതൊരു കാര്യം പറയാൻ വേണ്ടി നമുക്ക് അയാളുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് തന്നെ അത് അസംതൃപ്തിയും മടുപ്പും ഒക്കെ ഉണ്ടാകും. പലരും ഒരാളെ അങ്ങനെ പല ആവശ്യങ്ങളുമായിട്ട് സമീപിക്കുമ്പോൾ അവരുടെ അതിനോടുള്ള പ്രതികരണവും മനോഗതവും ഒക്കെ ആ കർട്ടന് പിന്നിൽ അവർ പറയുന്നത് എന്താണ് എന്നത് കേട്ടു നോക്കിയാൽ മതി. ഒരു മന്ത്രിയുടെ അടുക്കൽ പോയിട്ട് മന്ത്രി ഓഫീസിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. സെക്രട്ടറിമാരും അയാളുടെ PAs ഒക്കെ ചുറ്റും ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ആവശ്യമായിട്ട് ചെല്ലുമ്പോൾ ഭയങ്കര സുസ്മേര വദനനായിട്ടായിരിക്കും അയാൾ അത് കേൾക്കാനൊക്കെ ഒരുങ്ങുക. പക്ഷെ നമ്മളിങ്ങ് പോന്നു കഴിഞ്ഞാൽ, വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ കർട്ടന്റെ പിന്നില് അയാളുടെ പ്രതികരണം എന്താണ് എന്നത് അടുത്ത് അറിയുന്ന ആളുകളോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ആ മനുഷ്യൻ എന്തുമാത്രം അതില് മടുപ്പ് കാണിക്കുന്നു. ആവശ്യങ്ങൾ, അധികാരം ചോദിച്ചു വാങ്ങിയ ആളായിരിക്കും, വോട്ട് യാചിച്ചു വാങ്ങിയിട്ട് ഒരു ഉത്തരവാദിത്വം ചുമതലയും നിർവഹിക്കുന്ന പദവിയിൽ ഇരിക്കേണ്ടി വന്ന ആളായിരിക്കും. പക്ഷെ ആ ആവശ്യവുമായിട്ട് ആളുകൾ വരുമ്പോൾ അവര് വലിയ മടുപ്പുള്ളവരായിട്ട് പ്രതികരിക്കുന്നത് നമുക്ക് എത്രയോ സന്ദർഭത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹു അങ്ങനെയല്ല. നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹൃദാവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.